പഞ്ചവൻ കാട്ടിലെ രാജാവായ ജിങ്കൻ സിംഹത്തിന് ഒരു ദിവസം കടുത്ത മടി പിടികൂടി. എന്തിനാണ് എല്ലാ ദിവസവും കാട് ചുറ്റി നടന്ന് അങ്ങോട്ട് ചെന്ന് വേട്ടയാടുന്നത്? മൃഗങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, അതല്ലേ രാജകീയമായ ഹീറോയിസം? സിംഹം സ്വയം ചോദിച്ചു. ഉടൻ തന്നെ സിംഹരാജൻ ആ ഉത്തരവിറക്കി. എനിക്ക് ആഹാരമാകാനുള്ള മൃഗങ്ങൾ എല്ലാ ദിവസവും അതിരാവിലെ രാജഗുഹയുടെ മുന്നിൽ ഹാജരാകേണ്ടതാണ്. ഇല്ലെങ്കിൽ... സിംഹരാജന്റെ ഭീഷണിയിൽ കാട്ടിലെ സകല മൃഗങ്ങളും വിറച്ചു. ഒരു ദിവസം മാൻ, അടുത്ത ദിവസം മുയൽ, അങ്ങനെ ഭക്ഷണം ഡോർ ഡെലിവറി പോലെ മുടങ്ങാതെ സിംഹരാജന്റെ മുന്നിലെത്തി. ആ കാട്ടിൽ കിട്ടു എന്ന പേരിൽ ബുദ്ധിമാനായ ഒരു മുയലുണ്ടായിരുന്നു. ഒടുവിൽ ആ ദിവസം എത്തി. അന്നത്തെ ഭക്ഷണമാകേണ്ട ഊഴം കിട്ടുവിൻ്റെതായിരുന്നു. ഇന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണെന്നും ഭക്ഷണമായി ചെന്നു കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്തപ്പോൾ അവന് വല്ലാത്ത സങ്കടം തോന്നി. കിട്ടു പെട്ടെന്നൊരു സൂത്രം ആലോചിച്ചു. സാധാരണ എത്തുന്ന സമയത്തിലും വളരെ വൈകിയാണ് കിട്ടു രാജഗുഹയുടെ മുന്നിലെത്തിയത്. വിശന്ന് കിളിപോയ ജിങ്കൻ സിംഹം അലറി. എന്താണ് ഇത്ര വൈകിയത്? എനിക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. മുയൽ വിനയത്തോടെ പറഞ്ഞു. ഞാൻ അതിരാവിലെ തന്നെ പുറപ്പെട്ടതാ രാജാവേ, പക്ഷേ വരുന്ന വഴിക്ക് ശക്തനായ ഒരാൾ എന്നെ തടഞ്ഞു നിർത്തി. ആരാണവൻ? ജിങ്കൻ അലറി. അത് മറ്റൊരു സിംഹമാണ് രാജൻ. ഇനി ഈ കാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അയാളാണെന്നും വേട്ടയാടാൻ പോലും വയ്യാത്ത രാജാവിനെ പുറത്താക്കാൻ വന്നതാണെന്നും ഒക്കെ അവൻ പറഞ്ഞു. കിട്ടുമുയൽ തന്റെ നുണ തുടർന്നു. അവൻ എവിടെ? എന്നിട്ട് എന്റെ ശക്തി എന്താണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കാം. ജിങ്കൻ സിംഹം വാശിയോടെ ചാടിയിറങ്ങി. കാട്ടിനകത്തുള്ള ആഴമുള്ള കിണറിനരികിലാണ് കിട്ടു സിംഹരാജനെ എത്തിച്ചത്. കിണറ്റിന്റെ അകത്തേക്ക് മുയൽ ചൂണ്ടിക്കാണിച്ചു. സിംഹം കിണറ്റിലേക്ക് നോക്കി. സംഭവം സത്യമാണ്. അതാ കിണറ്റിനുള്ളിൽ മറ്റൊരു സിംഹം. അത് തന്റെ തന്നെ പ്രതിച്ഛായയാണെന്ന് ആ മണ്ടൻ രാജാവിന് മനസ്സിലായില്ല. ജിങ്കൻ അലറി. അലർച്ചയുടെ പ്രതിധ്വനി കിണറ്റിൽ നിന്ന് തിരികെ മുഴങ്ങി. എന്നോടാ കളി? സിംഹം കിണറ്റിലെ ശത്രുവിനെ കീഴ്പ്പെടുത്താനായി വാശിയോടെ അതിലേക്ക് എടുത്തു ചാടി. അതോടെ ജിങ്കൻ സിംഹത്തിന്റെ കഥ കഴിഞ്ഞു. കിട്ടുമുയലിന്റെ ബുദ്ധിയെ കാട്ടിലെ മറ്റു മൃഗങ്ങളെല്ലാവരും പ്രശംസിച്ചു. അതിനുശേഷം എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആ കാട്ടിൽ താമസിച്ചു. അപ്പോ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇഷ്ടമായോ? കഥയുടെ ഗുണപാഠം എന്തെന്നറിയാമോ? ശക്തി മാത്രം പോരാ, ബുദ്ധിയും അനിവാര്യമാണ്. അപ്പോ അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.